ഹായ്, ഞാൻ തീർത്ത. ഇന്ന് ഞാനൊരു മിനിയേച്ചർ ഗിഫ്റ്റ് ഐഡിയ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇൻസുലിൻ ബോട്ടിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള ഇൻസുലിൻ ബോട്ടിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കളക്ട് ചെയ്യുക. എന്നിട്ടത് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. ഇങ്ങനൊരു പ്ലെയർ വെച്ചിട്ട് ഇതിൻ്റെ ക്യാപ്പ് നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം ഇതൊന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് ഇതിലേക്ക് നമ്മുടെ കുഞ്ഞു ഗിഫ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഞാനിതിൽ ഒരു ഫ്ലവർ ബൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി കുറച്ച് കട്ടിയുള്ള ബ്രൗൺ അല്ലെങ്കിൽ കാർഡ്ബോർഡിൻ്റെ കുറച്ച് തിന്നായിട്ടുള്ള കാർഡ്ബോർഡൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കാം. അല്ലെങ്കിൽ ബ്രൗൺ പേപ്പറോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ കോൺ ഷേപ്പിലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ബോട്ടിലിൻ്റെ ഉള്ളിലേക്ക് ഇത് ഇറങ്ങി നിൽക്കണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് കുഞ്ഞായിട്ട് നമുക്ക് പേപ്പർ കട്ട് ചെയ്യണം. സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തതിന് ശേഷമാണ് ഞാനിത് ഫോൾഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് ഇതിലേക്കൊന്ന് ഇറക്കി നോക്കാം. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ബൊക്കയുടെ സൈസ് ഏകദേശം നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇതേപോലെയുള്ള ഈർക്കിലാണ് വേണ്ടത്. ഈർക്കിൽ ഏറ്റവും തിന്നായിട്ട് കിട്ടുന്ന ഈർക്കിലാണ് വേണ്ടത്. അത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിലേക്ക് ഈ ബൊക്കയിലേക്ക് ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന് ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഈർക്കിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എംബ്രോയ്ഡറി ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സാധാരണ എംബ്രോയ്ഡറി ത്രെഡ് ജസ്റ്റ് ഫോൾഡ് ചെയ്തിട്ട് ഈ ഈർക്കിലേക്ക് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലിപ്പോൾ നമുക്ക് കുഞ്ഞി ഫ്ലവേഴ്സാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു ഫ്ലവറിന് വേണ്ടി 4 ഫോൾഡൊക്കെ ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതേപോലെ ഞാൻ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈർക്കിളിൽ വെച്ചിട്ട് ഒന്ന് വൈൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ പെറ്റൽസ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വൈൻഡ് ചെയ്തതിന് ശേഷം അത് കട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഗ്രീൻ ത്രെഡാണ് എടുക്കുന്നത്. അതായത് നമുക്ക് ഈ ഫ്ലവറിൻ്റെ തണ്ടിന് വേണ്ടിയിട്ട് ഗ്രീൻ കളർ ത്രെഡ് വെച്ചിട്ട് ഒന്ന് വൈൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് ലെങ്ത്തിൽ താഴേക്ക് വൈൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ഈ ബൊക്കയിലേക്ക് ആവശ്യമായിട്ടുള്ള ഈർക്കലിൻ്റെ അളവ് നമുക്ക് അറിയാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് ബാക്കി വരുന്നത് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഫെവിക്കോൾ വെച്ചിട്ട് ഈ ത്രെഡ് അവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ബൊക്കയിലേക്കുള്ള ഒരു ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഫോൾഡ് ചെയ്തിട്ട് പെറ്റൽസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലേക്ക് വൈൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് ഒരു പീച്ച് കളർ ഫ്ലവറാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ ഒന്ന് ചെയ്തെടുക്കാം.
അപ്പോൾ ഫ്ലവേഴ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഈ നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രൗൺ പേപ്പറിൻ്റെ ഇതിലേക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഓരോരോ ഫ്ലവേഴ്സായിട്ട് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് അറേഞ്ച് ചെയ്യാം. നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഈ ബോട്ടിലിൻ്റെ നെക്കിലൂടെ ഇത് ഇറങ്ങി പോകണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ഈ ഫ്ലവേഴ്സ് ഈ ബൊക്കെ ഇതിലേക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഒന്നുകൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാം. അതും എംബ്രോയ്ഡറി ത്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. 2 ലെയറായിട്ട് എടുത്തിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ബൊക്കെ ഈ ബോട്ടിലേക്ക് പതുക്കെ ഇറക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിനൊരു ടാഗ് കൊടുക്കാം ബോട്ടിലിൻ്റെ നെക്കിലായിട്ട്. അതിനായിട്ട് ഞാനിവിടെ ഈ ബൊക്കയ്ക്ക് യൂസ് ചെയ്തിട്ടുള്ള ബ്രൗൺ പേപ്പർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മേലെ ഒരു പീസ് ചാർട്ട് പേപ്പർ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും മെസ്സേജോ എന്തെങ്കിലും എഴുതാം. ഞാനിവിടെ ഒരു ഹാർട്ട് ഷേപ്പ് വരച്ചു. എന്നിട്ട് അതിന് ശേഷം ഒരു കോർണറിലായിട്ട് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഒരു ത്രെഡ് ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ ത്രെഡ് ഈ നെക്കിലേക്ക് കെട്ടിക്കൊടുക്കാം. ഇത് നമുക്കപ്പോൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.